മൊത്തം അതിൻ്റെ മുന്നിലൊരു ടാങ്കർ അതാ. നമ്മളിപ്പം ഇലക്ട്രോണിക് സിറ്റിയിൽ ഏത് ഭാഗത്ത് മൂവ് ചെയ്യുമ്പോഴും ഇനി മൊത്തം ബാംഗ്ലൂരിലെ സ്ഥിതിയും ഏകദേശം ഇതുപോലെ തന്നെ ആയിരിക്കും കേട്ടോ. ഞാൻ പിന്നെ ദൊഡത്തോഗൂറിലെത്തിയിട്ട് ഇത് ദൊഡത്തോഗൂർ ലേക്ക് എൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1 year ബിഫോറിലൊക്കെ ആണെങ്കിൽ ഈ ലേക്കിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഒരു ലേക്ക് ഉണ്ടായിരുന്നു, അത് കച്ചറ വെള്ളമായിരുന്നു. ഒരു സെപ്റ്റിക് ടാങ്കിൻ്റെ ലെവലിൽ അത്ര എല്ലാ വേറെ ലെവലിലാക്കി മാറ്റി. നല്ല ജോഗസ് പാർക്ക്, ആൾക്കാർക്കൊക്കെ നടക്കാനും എല്ലാം നല്ല ഇത് കണ്ടാ. നമ്മൾ വരൾച്ച കാണിക്കുമ്പം ഇങ്ങനെയല്ലേ ഇമേജ് കാണും. ഇതെന്താ ഗുണ കേവ്സാ, എൻ്റെ അമ്മ ഭയങ്കര ഗർത്താണല്ലോ. അങ്ങനെ നമ്മൾ ദൊഡത്തോഗൂർ ലേക്കിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. സോ നോ വാട്ടർ. നമ്മൾ ഗവൺമെൻറ് ഇപ്പോൾ ഏതെങ്കിലും സ്കൂൾ കണ്ടു പേപ്പറിൽ, സ്കൂളൊക്കെ ക്ലോസ് ചെയ്യേണ്ടി വന്നു വാട്ടർ ക്രൈസിസ് ആയതുകൊണ്ട്. കമ്പനികളും IT കമ്പനികളൊക്കെ ചിലപ്പം ഷട്ട് ഡൗൺ ആയിട്ട് വർക്ക് ഫ്രം ഹോം ഓപ്ഷൻ കൊടുക്കാം. അങ്ങനെ ഫ്ലാറ്റും ടാങ്കർ ടു ടാങ്കർ നമ്മൾ റോഡിൽ കണ്ടു. ഒരുപാട് ടാങ്കറാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ലേക്ക് മാൻ എന്നറിയപ്പെടുന്ന ആനന്ദ് മല്ലികാവാടിനെ പരിചയപ്പെടാം. ബാംഗ്ലൂരിലെ 33 തടാകങ്ങൾക്കാണ് പുള്ളി ജീവൻ കൊടുത്തത്. ഒരു ടാങ്കർ പോന്ന്, അങ്ങോട്ടൊരു ടാങ്കർ പോയി, മൊത്തം അതിൻ്റെ മുന്നിലൊരു ടാങ്കർ അതാ. നമ്മളിപ്പം ഇലക്ട്രോണിക് സിറ്റിയിൽ ഏത് ഭാഗത്ത് മൂവ് ചെയ്യുമ്പോഴും ഇനി മൊത്തം ബാംഗ്ലൂരിലെ സ്ഥിതിയും ഏകദേശം ഇതുപോലെ തന്നെ ആയിരിക്കും കേട്ടോ. ഞാൻ ഇലക്ട്രോണിക് സിറ്റിയിലുള്ളതാണല്ലോ ഇവിടെ കാണുന്നത്. എന്തോ ഒരു ടാങ്കറാണ് പായുന്നത് കേട്ടോ. അപ്പോൾ അവരുടെ ഷോ ടൈം പോലെയാണ് ഇപ്പോൾ അവരതാണ് ഇപ്പം അത്രയും ഓടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും വെള്ളം. അപ്പുറത്തെല്ലാം ബിൽഡിംഗ് ഉണ്ടോ, അജ്മീറിൻ്റെ ബിൽഡിംഗ്. അത് എത്ര ടാങ്കർ വെള്ളം വേണ്ടി വരും ഒരു ദിവസം അവിടെ. നമ്മൾ ഒരു ടാങ്കർ ഒരു ദിവസം മേടിക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ആലോചിച്ച് നോക്കിയേ, നമ്മൾ വെറും 18 ആയിട്ട് ഇവിടുത്തെ 100-300 ഫ്ലാറ്റില്ലേ എത്ര വേണ്ടി വരും അല്ലേ. അപ്പോൾ നമ്മളിപ്പം പോകുന്നത് നമ്മളെ ഈ ലേക്ക്. അപ്പോൾ നമ്മൾ അതല്ലേ പറഞ്ഞല്ലേ, ലേക്കിനെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത ലേക്കിലേക്കാണ് പോകുന്നത്. നമ്മളെ ദൊഡത്തോഗൂർ ലേക്ക്. അതിൻ്റെ കഥ പറയുകയാണെങ്കിൽ അവിടെ പോയിട്ട് പറയാം. പിന്നെ ദൊഡത്തോഗൂറിലെത്തിയിട്ട് ഇത് ദൊഡത്തോഗൂർ ലേക്ക് എൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതാ. ഈ ലേക്ക് ഈ പാർക്ക് നോക്കിയാൽ ഇത് ലേക്ക് ഡെവലപ്പ് ചെയ്തതാ. ലേക്ക് എന്ന് പറയാമെന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ളിലേക്ക് പോകാമല്ലോ. ലേക്ക് എന്ന് പറയാമെന്ന് പറഞ്ഞാൽ ലേക്ക് ഇത് കണ്ടോ ഇവിടെ ഫോട്ടോ അടിപൊളിയായിട്ടൊക്കെ നൈസ് അല്ല. ലേക്ക് എന്ന് പറയാമെന്ന് പറഞ്ഞാൽ ഇത് എനിക്ക് തോന്നുന്നു ഒരു 1 year ഏകദേശം ആയിട്ടുണ്ട് ഇത് ഡെവലപ്പ് ചെയ്തിട്ട്. അതിന് മുന്നിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഇത് ഒരു അത്ര കച്ചറ ലേക്കിൽ വെള്ളമൊന്നുമില്ല കേട്ടോ. വെള്ളമൊക്കെ കുറവാണ്, ഇവിടെയും ഡ്രൈ ആയിട്ടാണ് ഉള്ളത്. ഒരു കാലത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1 year ബിഫോറിലൊക്കെ ആണെങ്കിൽ ഈ ലേക്കിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഒരു ലേക്ക് ഉണ്ടായിരുന്നു, അത് കച്ചറ വെള്ളമായിരുന്നു. ഒരു സെപ്റ്റിക് ടാങ്കിൻ്റെ ലെവലിൽ അത്ര എല്ലാ ഈ ഏരിയയിലെ പിന്നെ ഡ്രെയിനേജും എല്ലാം ഇതിലേക്കായിരുന്നു തള്ളി വിട്ടുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള ഒരു ലേക്കാണ് ഇവർ ഡെവലപ്പ് ചെയ്ത് സൂപ്പറായിരിക്കുന്നത്. നീ അവിടെ നോക്കിക്കേ. ഇതിപ്പോൾ അതുകൊണ്ട് എന്തായി, രാവിലെ എല്ലാവർക്കും വാക്ക് ചെയ്യാനും അത് കൂടാണ്ട് പിന്നെ അവിടെ ഒരു ഓപ്പൺ ജിമ്മുണ്ട്, പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കുണ്ട്. അപ്പോൾ ഒരു വേറെ ലെവലിലാക്കി മാറ്റി. നല്ല ജോഗസ് പാർക്ക്, ആൾക്കാർക്കൊക്കെ നടക്കാനും എല്ലാം. നല്ല രാവിലെ വന്നിട്ട് ഒരുപാട് ആൾക്കാർ നടക്കാനുണ്ടാകും രാവിലെ. ഇപ്പം തന്നെ നോക്കിക്കേ, ഈ ഒരു ഡെവലപ്മെൻറ്റ് വന്നേ പിന്നെ ഇതാണ് കേട്ടോ നമ്മളെ ഫ്ലൈ ഓവറിൻ്റെ അടുത്ത് തന്നെ ഇല്ലാണ് നമ്മളെ കൊണപ്പനഗ്രഹാര നമ്മളെ ഇലക്ട്രോണിക് സിറ്റിൻ്റെ മെട്രോ സ്റ്റേഷനാണ് അത്. മെയിൻ മെട്രോ സ്റ്റേഷൻ അപ്പുറമുണ്ട്, ഇൻഫോസിസിൻ്റെ മെട്രോ സ്റ്റേഷൻ. കണ്ട ലേക്കിൽ വെള്ളമില്ലെങ്കിലും ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ കുറേ ഗാർഡൻ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറേ പ്ലാന്റേഷൻ ചെയ്തിട്ട് അതിൽ കുറേ പച്ച കളറായതുകൊണ്ട് പച്ചവെള്ളം നല്ല രസമുണ്ട്. ഇത് അങ്ങത്തോളം ഓരോ സൈഡിലും വെച്ചിട്ടുണ്ട്. ഇത് നോക്കിക്കേ, ഇത് നമ്മളെ നൈസ് റോഡാണ് കേട്ടോ. അത് മെയിൻ റോഡ് അങ്ങോട്ടേക്കായി ബാംഗ്ലൂരിലേക്ക് പോകുന്നത്, ഹൊസൂർ റോഡ്. ഇത് നൈസ് റോഡ്, നമ്മളെ നാട്ടിലേക്കെല്ലാം പോയ നൈസ് റോഡില്ലേ. ഇത് ഏക്കർ കണക്കിന് സ്ഥലമാണ്, നടന്നാലും എത്തൂല. എന്നാലും കച്ചറ ഉണ്ട് കേട്ടോ. നോക്കിക്കേ, സൈഡിലെല്ലാം ഉള്ളത് ഡ്രെയിനേജ് വാട്ടറാണ് അത് ശരിക്കും. പക്ഷെ അത് ഇങ്ങോട്ടേക്ക് വരുന്നില്ല, ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്നില്ല, അത് സൈഡിലേക്ക് കൂടെ പോവാണ്. അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, നമുക്ക് അവിടെ വ്യൂ പോയിന്റും കൂടി പോയിട്ട് നമുക്ക് തിരിക്കാം. അപ്പം ലേക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ നോക്കിയില്ലേ, ലേക്കിൽ വെള്ളമൊന്നുമില്ല, ഡ്രൈ ആണ്. ഇങ്ങനെ ലേക്ക് ഉണ്ടായിട്ട് കാര്യമില്ല. നമ്മൾ നേരത്തെ കണ്ടത് വില്ലേജിൽ, ഇത് വന്നിട്ട് സിറ്റിയിലുള്ളതാണ്. അതുകൊണ്ടായിരിക്കും വെള്ളമില്ലാത്തത്. അതന്നെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ലെവലിൽ തന്നെയാണ് ഉള്ളത്. പക്ഷേ ഈ അറ്റ് പ്രസൻറ്റ് മൂമെൻറ്റിൽ സമ്മർ തുടങ്ങുന്നതിന് മുന്നിലേ തന്നെ ഡ്രൈ ആയി, മൊത്തം വെള്ളമില്ല.
ഇത് നോക്കിയാൽ ലേക്കിൽ പിള്ളേരൊക്കെ ലേക്കിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ കളിക്കുന്ന. നമ്മളേ ലേക്കിൻ്റെ ഉള്ളിൽ ഒന്ന് ഇറങ്ങി നോക്കാൻ വേണ്ടിയിട്ട് പോവാം. യെസ്, ഇത് ഇറങ്ങാൻ ഇത് സ്ലൈഡ് വെച്ച പോലെ ഉണ്ട്. ഇത് റെയിൻ വാട്ടർ, മഴ വരുമ്പോൾ മഴയെല്ലാം വെള്ളമെല്ലാം ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് എല്ലാ ഭാഗത്തും ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ കണ്ട, ഇത് കണ്ട, നമ്മൾ വരൾച്ച കാണിക്കുമ്പം ഇങ്ങനെയല്ലേ ഇമേജ് കാണുക, വരൾച്ച. അതേപോലെ തന്നെ ഇതെന്താ ഗുണ കേവ്സാ. എൻ്റെ അമ്മ ഭയങ്കര ഗർത്താണല്ലോ. അങ്ങനെ ലേക്ക് വറ്റി വരണ്ടിരിക്കുന്നു. ഇതൊക്കെ ഫുള്ള് വെള്ളമായി കഴിഞ്ഞാലാണ് ഒരു രസം. ദേവ് അവിടെ ഇരിക്കുന്നുണ്ട്. ദേവ് പോവാ, ഇവിടെ നേരെ അങ്ങോട്ടേക്ക് പോവാം. നേരെ നമുക്ക് വ്യൂ പോയിന്റിലേക്ക് പോവാം, ലേക്കിലേക്കൂടെ. ഐ വിൽ ടെൽ യു, കം മാൻ. ഇതാ ദേവിന് ഇതിലേ നടക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പേടിയാവുമല്ലോ അല്ലേ ദേവ്? അതാണ് മഞ്ഞുമേൽ വോയിസ് കണ്ടേ പിന്നെ ഇവൻ പറയുന്നു ഇതിലേക്കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ചിലപ്പോൾ ഇത് ഒറ്റയടിക്ക് താണ് പോയാലോ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഭയങ്കരം തന്നെ അല്ലേ. അങ്ങനെ നമ്മൾ ദുഡത്തോഗൂർ ലേക്കിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. സോ നോ വാട്ടർ. അപ്പം പിന്നെ വാട്ടർ ക്രൈസിസ് ഇഷ്യൂസ് ഇതിൽ തന്നെ മനസ്സിലാവും, വെള്ളം കുറവാണെന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഇതേപോലെ എല്ലാ ലേക്കും ഇപ്പം പണ്ട് ഇല്ലേ എത്രയോ 285 ലേക്ക് ഉണ്ട് എന്ന് പറഞ്ഞതിന് ഇവർ ഓരോന്നായിട്ട് പറ്റുന്ന ആ നിയർ ബൈയിൽ, ഇപ്പം നമ്മളെ തോഗൂർ ലേക്ക് അവിടെ ഉണ്ട്. തോഗൂർ ലേക്ക് നമ്മളെ ലേഔട്ടിൻ്റെ അടുത്തുള്ള ലേക്ക് ഉണ്ട്. ആ ലേക്കും നാളെ ഇങ്ങനെ മാറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മളുള്ളത്. അത് വന്നാൽ തന്നെ നമ്മളെ ലേഔട്ടിലും കുറേ വെള്ളത്തിനുള്ള ഒരു മാറ്റം വരാം. അപ്പോൾ അവരതിൻ്റെ പല ലേക്കുകളും ഇതേപോലെ ഡെവലപ്മെൻ്റ് ആവുന്നുണ്ട്. അതില്ല, ഡെവലപ്മെൻ്റ് ആക്കുന്നതും ഇതേപോലെ ജോഗേഴ്സ് പാർക്കും ഗാർഡനിങ്ങും ഓപ്പൺ ജിമ്മും അങ്ങനെ എല്ലാം ആക്കിയിട്ടാണ് ഇവർ ശരിയാക്കുന്നത്. അപ്പോൾ നമുക്കും പ്രതീക്ഷിക്കാം. അപ്പോൾ കീപ് മൂവിങ്ങിൽ ബാംഗ്ലൂർ ഇത് മനസ്സിലാക്കിയിട്ട് ഇതിനൊക്കെ മാറ്റം വരുത്തി നമ്മളെ വാട്ടർ ക്രൈസിസിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവുമെന്ന് നമുക്കും പ്രതീക്ഷിക്കാം. അതിന് മുന്നിലേ നമ്മൾ ഈ ഒരു ക്രൈസിസിനെ ഇപ്പം പ്രസൻ്റ്ലി നമ്മൾ ഗവൺമെൻറ് ഇപ്പോൾ അതിൽ സ്കൂള് കണ്ടു പേപ്പറിൽ, സ്കൂളൊക്കെ ക്ലോസ് ചെയ്യേണ്ടി വന്നു വാട്ടർ ക്രൈസിസ് ആയതുകൊണ്ട്, വാട്ടർ അവൈലബിലിറ്റി ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഈവൻ കമ്പനികളും IT കമ്പനികളൊക്കെ ചിലപ്പം ഷട്ട് ഡൗൺ ആയിട്ട് വർക്ക് ഫ്രം ഹോം ഓപ്ഷൻ കൊടുക്കാം. അങ്ങനെ എല്ലാവർക്കും തിരിച്ച് അവരെ നാട്ടിൽ പോകും, വർക്ക് ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ വരാം. അങ്ങനെയൊക്കെ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് മാറുന്നുണ്ട്. അപ്കമിങ് ഡേയ്സിൽ നമ്മൾക്ക് ഇതിൻ്റെ ഒരു ഭീകരാവസ്ഥ ആണോ, ഏത് ലെവലിലാണ് ഗവൺമെൻറ് ഇതിനെ മാനേജ് ചെയ്യുന്നത് എല്ലാം കാണാം. അപ്പം നമ്മൾക്ക് ചെയ്യാൻ ആസ് എ സിറ്റിസൺ, ആസ് എ പേഴ്സൺ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് വാട്ടർ അത്രയും കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യുക. നമ്മളതിൻ്റെ ഒരു ദിവസം നമുക്കത് കിട്ടാണ്ട് നിൽക്കുമ്പോഴേ നമ്മൾക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പം നാളെ മുതൽ ടാങ്കറുകാരൻ പറയുകയാണ് വെള്ളമില്ല അവിടെ. ഇപ്പോൾ നമ്മൾ 3-4 പോയിൻ്റൊക്കെ കണ്ടുപോയിട്ട്, അതേപോലെ മൾട്ടിപ്പിൾസ് ഓഫ് കളക്ഷൻ പോയിൻറ്റ്സ് ഉണ്ട് വില്ലേജിൽ ഉണ്ടാക്കിയിട്ട് വാട്ടർ സപ്ലൈക്ക് വേണ്ടിയിട്ട്. അത് ഒരു സുപ്രഭാതത്തിൽ വെള്ളമൊക്കെ അവിടെയും ഇല്ലാതാവാം. അത്രയോ നിയർ ബൈ ഇത്രയും ആൾക്കാർക്കും ഫ്ലാറ്റിനും ടാങ്കർ ടു ടാങ്കർ നമ്മൾ റോഡിൽ കണ്ടു. ഒരുപാട് ടാങ്കറാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം വെള്ളം ഒരു ദിവസം ആ ബോറിൽ ഇല്ലാണ്ടായ പ്രശ്നമായി. അത്രയും അങ്ങനെ പ്രോബ്ലം തുടങ്ങണ്ടെങ്കിൽ ആ ഒരു ഇഷ്യൂ വന്നാൽ തന്നെ മതി. അപ്പോൾ സംഭവം സീരിയസ് ആണ്. വെള്ളം നമുക്ക് ഇന്ന് കിട്ടുന്നു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ക്രൈസിസ് ഇല്ലയെന്നില്ല. ഉള്ള വെള്ളത്തിനെ മാക്സിമം കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യുക, അതേ നമുക്കിപ്പോൾ ചെയ്യാനുള്ളൂ. ഗവൺമെൻറ് പറയുന്ന പോലെ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുക, വെള്ളം വേസ്റ്റ് ആക്കാതിരിക്കുക, പെനാൽറ്റിക്കോ ഇതിനൊന്നും നിൽക്കാണ്ട് അങ്ങനെ ചെയ്യാനേ പറ്റൂ. ഏതായാലും ഇത് ഇവിടെ മാത്രമുള്ള കാര്യമല്ല, നമ്മളെ നാട്ടിലാണെങ്കിലും ഈ പറയുന്ന പോലെ തന്നെ വെള്ളം നമ്മളെ ഇപ്പോഴെല്ലാം നമ്മളെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിലും മസ്റ്റാക്കിയിട്ടുണ്ട് ഗവൺമെൻറ്. അപ്പോൾ അതിനൊക്കെ സഹകരിക്കുക. അതിൻ്റെ എല്ലാം ഉദ്ദേശം തന്നെയാണ്. നാളെ ഒരു സുപ്രഭാതത്തിൽ നമുക്ക് വെള്ളം ഇല്ല എന്ന് പറഞ്ഞാൽ അതൊരു വെള്ളം ഇല്ലാണ്ട് നിൽക്കുമ്പോഴേ വെള്ളം ഇല്ലാത്തതിൻ്റെ ഇതേ അറിയുള്ളൂ അല്ലേ. അതൊരു ഭയങ്കര പ്രശ്നമാണ്, ഭീകരതയാണ്. എനിക്ക് ഈ ഭീകരത പണ്ട് നമ്മളെ ഏകദേശം ബിൽഡിംഗ് എടുത്തിട്ട് ആ തുടക്കം മുതൽ ഏകദേശം ഒരു 1 year കഴിഞ്ഞപാട് നമ്മൾ അടിക്കാണ്ട് തുടങ്ങി. എന്താ വെച്ചാൽ നമ്മളെ ഫസ്റ്റ് ബിൽഡിംഗ് ആയിരുന്നു നമ്മളെ ലേഔട്ടിൽ വന്നത്. ആ സമയത്ത് വെറും 900 ഫീറ്റിൽ നമ്മൾക്ക് വെള്ളം കിട്ടിയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നിയർ ബൈ ബിൽഡിങ്ങിലൊക്കെ 1000ഉം 1200ഉം അതിൽ മുകളിലൊക്കെ ബോർവെൽ അടിച്ച സമയത്ത് നമ്മളെ വെള്ളം സ്റ്റോപ്പായി. അപ്പോൾ നമുക്ക് ഡീബോർ ചെയ്യാനോ ഒന്നും പറ്റിയില്ല. അപ്പോൾ നമ്മൾ അന്നേരം ടാങ്കർ ഡിപ്പെൻഡ് ആണ്. ഓക്കെ, അപ്പം വെള്ളം ഇല്ലാണ്ട് ഇല്ല എന്നുള്ളൊരു അവസ്ഥ അതൊരു പ്രോബ്ലം തന്നെയാണ്. അപ്പോൾ എല്ലാവരും വാട്ടർ
സൂക്ഷിച്ച് ഉപയോഗിക്കുക. നാളെ ഈ ഒരു ഭീകരത നമ്മൾ വിചാരിക്കുന്ന പോലെ, എനിക്ക് പണ്ടേ തോന്നിയിരുന്നു ഇങ്ങനൊരു ഭീകരത വരുമോ എന്നുള്ളത്. ഇപ്പോൾ ആ ഒരു ഭീകരത പോലെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അതിൻ്റെ എത്രത്തോളം എക്സ്ട്രീം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ അപ്കമിങ് ഡേയ്സിൽ മനസ്സിലാവും. ഏതായാലും പ്രോബ്ലമൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ പോട്ടെ. ലീക്കുകളെ പറ്റി പറയുമ്പം നമുക്ക് ഇദ്ദേഹത്തെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. പുള്ളീനെ അറിയായിരിക്കും. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പുള്ളി സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. ആനന്ദ് മല്ലികവാട് എന്നാണ് പേര്. പുള്ളി ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. കർണാടകയിലെ കൊപ്പാൾ ഡിസ്ട്രിക്റ്റിലാണ് പുള്ളിയുടെ സ്വദേശം. 2016 പുള്ളി ഒരു ന്യൂസ് പേപ്പറിൽ ഒരു ന്യൂസ് കാണാനിടയായി. ആ ന്യൂസ് ഇങ്ങനെയായിരുന്നു: 2030 ഇന്ത്യയിലെ 21 നഗരങ്ങളിൽ കടുത്ത ജലക്ഷാമം നേരിടുമെന്നായിരുന്നു. അതിൽ ബാംഗ്ലൂരും ഉൾപ്പെടും എന്നുള്ള ഒരു ന്യൂസ് കണ്ടേരും പുള്ളിക്ക് വളരെ വിഷമം ഉണ്ടാക്കി. പുള്ളി അന്ന് മുതൽ ഭയങ്കര ഡിസ്റ്റർബ്ഡായി. അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ റിസർച്ച് കംപ്ലീറ്റ് ഇതിനെപ്പറ്റിയായിരുന്നു. ആനന്ദ് മനസ്സിലാക്കി 1960 290-ലേറെ ലേക്സ് ഉണ്ടായിരുന്ന ബാംഗ്ലൂരിൽ അത് 2017 ആയ സമയത്ത് ഏകദേശം ഒരു 90 ആയി ചുരുങ്ങി എന്നുള്ളൊരു പുള്ളിക്ക് മനസ്സിലായി. അങ്ങനെ 2019 ജോലി രാജിവെച്ച് അദ്ദേഹം ഒരു മല്ലികവാട് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ഒരു സംഘടനയും തുടങ്ങി. ഒരു ലേക്ക് റിനോവേഷൻ ചെയ്യേണ്ട ആദ്യത്തെ ഫണ്ട് ആനന്ദിൻ്റെ കമ്പനി തന്നെ കൊടുക്കുകയും അങ്ങനെ ഒരു ലേക്ക് സക്സസ്ഫുള്ളായിട്ട് പുള്ളി ചെയ്തു. അങ്ങനെ ബാംഗ്ലൂരിൽ മരിച്ചുപോയ ഏകദേശം 33 ലേക്കിന് ഈ ആനന്ദ് ജീവൻ കൊടുത്തു. അങ്ങനെ ഒരു സംഭവമാണ് ഈ പുള്ളി. അങ്ങനെ നമ്മുടെ ലേക്ക് യാത്ര തീരുന്നില്ല. ഇനിയും നമ്മളെ പരിസരത്ത് തന്നെ ഏകദേശം ഒരു 10ഓളം ലേക്ക് ഉണ്ട് നമ്മളെ ഇലക്ട്രോണിക് സിറ്റിൻ്റെ പരിസരത്ത്. പല ആൾക്കും അറിയില്ല. നല്ലൊരു വീഡിയോയുമായി നമ്മൾക്ക് വീണ്ടും കാണാം. ബൈ.